കോടതിക്ക് തോന്നി പ്രിമാ ഫേസി കേസ് നിൽക്കുന്നതായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയെ റിമാൻഡ് ചെയ്തു. നമ്മൾ ഹാജരാക്കിയ തെളിവുകളൊക്കെ അംഗീകരിച്ചു. പ്രതിഭാഗം ഉന്നയിച്ചുള്ള എല്ലാ വാദങ്ങളും തള്ളിപ്പോവുകയല്ലേ ചെയ്തിരിക്കുന്നത്? അങ്ങനെ മുഴുവനായിട്ട് തള്ളിപ്പോകും നമുക്ക് പറയാൻ പറ്റില്ല. കോടതി ഇനി ഓർഡർ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ആർഗ്യുമെന്റ് കോടതി കണക്കിലെടുത്തു. മാം, ഒരു ചോദ്യം കൂടി. അധിക്ഷേപിക്കപ്പെട്ട ആ ഒരു പെൺകുട്ടിക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇതെന്ന് പറയാനായിട്ട് പറ്റും? ആയിരിക്കും. പ്രോസിക്യൂഷൻ ഭാഷയുടെ പ്രതികരണമാണ് കേട്ടത്. തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ കോടതി കണക്കിലെടുത്തിരിക്കുന്നു. അരുൺ കേൾക്കാമെങ്കിൽ തുടരാം. അതെ, അഡീഷണൽ അതായത് പ്രോസിക്യൂഷൻ ബാധിച്ച അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചതൊരു വിജയം തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഇപ്പോൾ ബില്ലിൽ നമ്മളോടൊപ്പം ശരിയാണ് കോടതി അകത്തുണ്ടായിരുന്നത്. ഈ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്കൊക്കെ ജാമ്യം ലഭിക്കാറാണ് പതിവ്, അല്ലേ? ഇത്രയും വലിയ പ്രഗത്ഭനായ അഭിഭാഷകനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ജാമ്യം ലഭിക്കുമെന്നാണ് മറ്റുള്ളവർക്ക് തോന്നിയിരുന്നത്. പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കോടതി അക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നൽകി പുറത്തുവിട്ട് കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ചത്. ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ കേസിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹണിയുടെ വാക്കുകളാണ്. അവർ സ്വാഭാവികമായും ബി രാമൻപിള്ളയെ പോലെ വളരെ പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകർ ആണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ജാമ്യ ഹർജിയിൽ വാദം പറയാൻ എത്തിയത്. അവിടെ ഈ APP കൃത്യമായും സർക്കാരിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കുകയും അവർ ആ ജാമ്യം വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൽ കൃത്യമായും അവർ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന് വലിയ സ്വാധീന ശക്തിയുള്ളയാളാണ്. ഹണി റോസിനെ നിരന്തരമായി വേട്ടയാടുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോയിരുന്നു. ഒരിടത്ത് മാത്രമല്ല അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്, പിന്നീട് തുടർച്ചയായി ആവർത്തിക്കപ്പെട്ടു. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായൊരു സന്ദേശം നൽകുമെന്നതായിരുന്നു അവർ പ്രധാനമായും വാദിച്ചത്. ആ വാദമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IPC ഒഫൻസ് ആയിരുന്നെങ്കിൽ, അതായത് മുൻകാലഘട്ടത്തിലേതായിരുന്നെങ്കിൽ ഇതിൽ മജിസ്ട്രേറ്റ് കോടതി വിചാരണ ചെയ്യുന്ന ജാമ്യം ലഭിക്കുന്ന കുറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ BNS വന്നപ്പോൾ ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമായി മാറി. ഇത് സെഷൻസ് കോടതി വിചാരണ ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മജിസ്ട്രേറ്റ് കോടതിക്ക് അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ കോടതിക്കകത്ത് നടന്നത് ഒരു നാടകം തന്നെയാണ്. നാടകീയമായ രംഗങ്ങൾ അവിടെ ഉണ്ടായി. ഈ ജാമ്യം ലഭിക്കില്ല എന്ന് വന്നതോടുകൂടി ബോബി ചെമ്മണ്ണൂർ ആ പ്രതിക്കൂട്ടിൽ കുഴഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജാമ്യം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി ഇനി ജയിലിൽ പോകാതിരിക്കാനുള്ള വഴി എന്തെന്നുള്ളതായിരിക്കും ആ സമയത്ത് തീർച്ചയായും അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് ജയിലിൽ പോകാതെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ ആശുപത്രിയിലേക്ക് പോകാം, അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദ്യപരിശോധന വീണ്ടും നടത്തേണ്ടി വരും. എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യസ്ഥിതി എന്നത് പരിശോധിക്കേണ്ടി വരും. സ്വാഭാവികമായും തൊട്ടടുത്ത് തന്നെയാണ് ജനറൽ ആശുപത്രി. അങ്ങോട്ടേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. ഈ കേസിൽ പോലീസിന്റെയും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും വിജയമല്ലേ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഈ ജാമ്യം നിഷേധിച്ചത് ഈ ജാമ്യം നിഷേധിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ വിജയം തന്നെയാണ്. കാരണം ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകരുടെ ഒരു നിര തന്നെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ ജാമ്യ ഹർജിയിൽ വാദം പറഞ്ഞത്. പക്ഷേ അതിനെല്ലാം നേരിടാൻ ഒരു APP വെച്ച് പോലീസിന് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. APPയുടെ വാദങ്ങൾ വളരെ കുറുക്കിക്കൊള്ളുന്നതായിരുന്നു, അതും എടുത്തു പറയേണ്ടത്. ഈ APP പ്രധാനമായും കോടതി മുന്നിൽ ഹണി റോസിന്റെ മൊഴി കൃത്യമായി വായിച്ചു കേൾപ്പിച്ചു. അതായത് ഹണി റോസ് നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ അവർ ആ മൊഴിയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് കണ്ണൂരിലെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ ഉണ്ടായ മുറിവ്, അവർക്കേറ്റ മുറിവ് സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ആ പരിപാടിക്ക് ശേഷം അവർ മടങ്ങിയപ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ ദുഃഖം, ആ വേദന, അതെല്ലാം അവർ ആ മൊഴിയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ആ മൊഴിപ്പകർപ്പ് അതുപോലെ തന്നെ APP കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അവർ എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കേസിൽ ജാമ്യം അനുവദിച്ചാൽ അത് ഈ സാക്ഷികളെ സ്വാധീനിക്കും, തെറ്റായൊരു സന്ദേശമായിരിക്കും അത് നൽകുന്നത്. ഇത് ചെറിയൊരു കുറ്റമല്ല, വളരെ ഗൗരവപ്പെട്ട കുറ്റം തന്നെയാണ്. അതിനനുസരിച്ചുള്ളൊരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന വാദമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ നിരത്തിയത്. ആ വാദം കോടതിയും കൂടി അംഗീകരിച്ചിരിക്കുന്നു. അതായത് ഈ വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സംഭവം കോടതിയിൽ ഉണ്ടായത്, ഈ വാദം പൂർത്തിയായതിനു ശേഷം കോടതി പിരിയുന്ന സമയത്ത് ജഡ്ജി പുറത്തേക്ക് പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയുന്നു, ബോബി ചെമ്മണ്ണൂരിനെ പുറത്തു കൊണ്ടിരുത്തണ്ട, കോടതിക്കകത്തിരുത്തണം. അതൊരു സന്ദേശമായിരുന്നു, കൃത്യമായി ഒരു സന്ദേശമായിരുന്നു. കാരണം ഈ കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവന്നപ്പോൾ ഒരു കൂട്ടം ആളുകളാണ് ആ കോടതിയുടെ ചുറ്റും
കൂടി നിന്നത്. വലിയ തിരക്കായിരുന്നു. അദ്ദേഹത്തിന്റെ കുറെ ആരാധകരുമൊക്കെ തന്നെ വന്ന് കൂടി നിന്നു. കോടതിയിൽ ഒരു 10 മിനിറ്റോളം പുറത്തു നിന്ന ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് വിളിച്ച് അകത്തേക്ക് കയറ്റിയത്. അപ്പോൾ ആ തിക്കും തിരക്കും എല്ലാം തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജിയിൽ വാദം തീർന്ന ശേഷം കോടതി ഒരു കാര്യം ചെയ്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിരുത്തേണ്ട, അകത്തിരുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അതായത് പുറത്ത് നിർത്തേണ്ടതില്ല, ഒരു പ്രതിയാണ്, അകത്ത് തന്നെ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് കോടതി കൃത്യമായ ഒരു സന്ദേശം കൂടി അക്കാര്യത്തിൽ നൽകുകയും ചെയ്തു. ഈ സാധാരണ കേസുകളിൽ ഈ തെളിവുകൾ എന്നൊക്കെ പറയുന്നത് അത് കോടതിക്കും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മാത്രമായിരിക്കും. പക്ഷേ ഈ കേസിൽ തെളിവെന്ന് പറയുന്നത് പൊതുജനമധ്യത്തിലാണ്. ഈ അപമാനിച്ചതായാലും അധിക്ഷേപിച്ചതായാലും ഒക്കെ പൊതുജന മധ്യത്തിലുള്ളതാണ്. അതും കോടതിയുടെ മുകളിൽ ഒരു സമ്മർദ്ദമായോ അല്ലെങ്കിൽ സ്വാധീനമായോ വന്നിട്ടുണ്ടോ? ഇതിനകത്ത് സമ്മർദ്ദത്തിന്റെയും സ്വാധീനത്തിന്റെയും അപ്പുറത്ത് ഈ കേസിന്റെ ഒരു ഗൗരവ സ്വഭാവം, ഇതൊരു കൃത്യമായും ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങൾ തടയേണ്ടതാണ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ വന്ന ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ഉത്തരവ്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീയുടെ ശരീരഘടന സംബന്ധിച്ച് അശ്ലീല പരാമർശങ്ങൾ, കമന്റുകൾ നടത്തുന്നതും അത് ഒരു ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഹൈക്കോടതി വിധിച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതും ഈ കേസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതായത് ഇതൊരു ലൈംഗിക അതിക്രമമായി തന്നെ കാണേണ്ടതാണ് എന്ന ബോധ്യം ഹൈക്കോടതി വെച്ചിരിക്കുന്ന ഒരു കേസ് കൂടിയാണ്. എന്തായാലും പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമായിരുന്നു. വലിയൊരു നിര തന്നെ അഭിഭാഷകരുടെ ഉണ്ടായിരുന്നു. അവർ ശക്തമായി തന്നെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. അവർ പ്രധാനമായും പറഞ്ഞത് ഈ ഹണി റോസ് ഈ സംഭവത്തിനൊക്കെ ശേഷം വളരെ സൗഹൃദത്തിലാണ് മടങ്ങിയത്. ഒരിക്കൽ പോലും ആ സംഭവത്തിന്റെ ഉടനെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർ അഭിപ്രായം ഉണ്ടായില്ല. സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് അവിടെ എടുത്തു പറയേണ്ടത് പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് പരാതി കൊടുക്കാൻ വൈകി. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു. അതായത് സിദ്ദിഖിന്റെ കേസിൽ സുപ്രീം കോടതി മുഖവിലേക്കെടുത്ത ഒരു വാദമായിരുന്നു അത്. പക്ഷെ അതിന് വർഷങ്ങളുടെ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ ആ കാലതാമസം എന്നുള്ള വാദം പ്രതിഭാഗം ശക്തമായിട്ട് ഉന്നയിച്ചില്ലേ? കാലതാമസം ഒരു പ്രധാനപ്പെട്ട വാദമായി ഉന്നയിച്ചു. അവർ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം അവർ സൗഹൃദത്തോടെ മടങ്ങിയതാണ്. പെട്ടെന്നാണ് അവർ ആ പരാതിയുമായി വന്നത്. ആ പരാതിയുടെ കാലതാമസം ഉണ്ടായത് എങ്ങനെയെന്നത് പരിശോധിക്കാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പരാതി ലഭിക്കുന്നു, ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ പ്രതിയെ അന്വേഷിച്ച് വയനാട്ടിലെത്തുന്നു. അപ്പോൾ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നു. ഇത് ശരിയായ ഒരു നടപടിയല്ല, ഇതൊരു കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് എന്നതാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. അതായത് ഈ പ്രതിയുടെ അറസ്റ്റിന് വേണ്ടി പോലീസ് ദാഹിച്ചിരുന്നു എന്നതാണ് അതിൽ നിന്ന് പ്രതിഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നതാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് കോടതി എന്തൊക്കെയാണ് പരിഗണിച്ചിരിക്കുന്നത്, എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും കേരളത്തിലെ ഈ ലൈംഗിക അധിക്ഷേപ കേസുകളിലും അതോടൊപ്പം തന്നെ സൈബർ അറ്റാക്കിങ്ങും ഒക്കെ ബന്ധപ്പെട്ട കേസുകളിൽ ഒരു നിർണായക ഒരു ടേണിംഗ് പോയിന്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേസായിട്ട് ഈ ഹണി റോസ് വേഴ്സസ് ബോബി ചെമ്മണ്ണൂർ കേസ് മാറിയിട്ടില്ലേ? സ്വാഭാവികമായി ഇത് മാറും. കാരണം IPC ഒഫൻസുകൾ മാറി BNS വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകൾ, അതായത് സെക്ഷൽ കളേർഡ് ആയിട്ടുള്ള കമന്റ്സുകളൊക്കെ അരുൺ ശേഖർ, ഒരു മിനിറ്റ് ഒന്ന് തുടരുക.